ഹലോ ഗായ്സ്, വെൽക്കം ടു ഇറ്റ്സ് മീ വിസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡീ ടാൻ ഫേസ് മാസ്ക് ആയിട്ടാണ്. ഞാൻ എൻ്റെ ഫേസിൽ എപ്പോഴും ടാനുള്ള ടൈമിൽ യൂസ് ചെയ്യുന്ന ഫേസ് മാസ്ക് ആണ്. ടാൻ എന്നല്ല, ഒരു ബ്രൈറ്റനിങ് മാസ്കാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 2 മുതൽ 3 പ്രാവശ്യം വരെ ഈ മാസ്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മാസ്ക് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഫേസ് ഗ്ലോ ആവാനും ബ്രൈറ്റർ ആവാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന മാസ്ക് ഏതാണെന്ന് വെച്ചാൽ ഇതാണ്. ആൽ ഗുഡ്നസിൻ്റെ സാൻഡൽവുഡ് മുൾട്ടാനി മിട്ടി നീം ആൻഡ് ടർമറിക് ഫേസ് പൗഡറാണ്. ഇതൊരു മാസ്കിൻ്റെ പൗഡറാണ്. ഇതിൽ ബോത്ത് ബ്യൂട്ടി മാസ്ക് ഫോർ ഹെയർ ആൻഡ് സ്കിൻ എന്നാണ് കൊടുത്തേക്കുന്നത്. സ്കിന്നിനും യൂസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം തലയിലും യൂസ് ചെയ്യാം. ഇവരുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട് ഇവിടെ, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ. ഇവരിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാനാണ്. പക്ഷെ ഞാൻ ഇതിൽ എനിക്ക് കോക്കനട്ട് ഓയിൽ മുഖത്തേക്ക് യൂസ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കുറച്ചെടുക്കും. അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കും. പിന്നെ കുറച്ച് വെള്ളം, അത് പാലോ തൈരോ എന്ന് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് തേക്കാം. ഞാൻ ഇതിൽ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം മിക്സ് ചെയ്തിട്ട് തേച്ച് വെക്കും. അങ്ങനെ മുഖത്തിങ്ങനെ വലിഞ്ഞ് മുറുകുന്ന വരെയൊന്നും ഞാൻ വെക്കൂല. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് അത് കഴുകിക്കളയും. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നത്. ബൈ ഞാൻ തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് ഇരിക്കുക. എൻ്റെ ഒരു ഓഫ് ഡേ ആണ്, ഇന്ന് എനിക്ക് വർക്കില്ല. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ടിടാം. കാരണം എന്താ വെച്ചാൽ കുറേ പേർക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്നറിയില്ല, അവരെന്താ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ വേറെ ഇടാം. അപ്പം നമുക്കിത് റെഡിയാക്കിയിട്ട് വന്നാലോ. അങ്ങനെ ഞാനൊരു പാത്രം എടുത്തു. അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ അളവിൽ ഞാൻ ഗുഡ്നസിൻ്റെ പൗഡർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. സാധാ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. അത് നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ച് പാലോ തൈരോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ച് വെച്ചു. അതെനിക്ക് സ്കിന്നിന് സൂട്ടബിൾ ആയതിനെ കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ പ്രോഡക്റ്റൊക്കെ മാറ്റി മറിച്ചും റോസ് വാട്ടറോ എന്ത് വേണമെങ്കിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് ലെയറായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. പാക്ക് ഒരു തിക്ക് പേസ്റ്റായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അധികം ഒലിച്ച് പോകാൻ പാടില്ല. എന്നിട്ട് ഒരു തിക്ക് ലെയറായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ഓൺ വോയിസ് കൊടുത്തതാണ്. പക്ഷേ എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. മുഖത്തും അപ്ലൈ ചെയ്തു. മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുത്തിനും ചെവിക്കും എല്ലാം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഞാനൊരു 10 മുതൽ 20 മിനിറ്റ് വരെ അതൊന്ന് കുറച്ച് ഡ്രൈ ആയി വരുന്ന സമയം വരെ ഞാനതൊന്ന് ഡ്രൈ ആവാൻ വെച്ചു. ആ ടൈമിൽ നമുക്ക് അധികം വർത്തമാനം പറയാത്തായിരിക്കും നല്ലത്. ഫൈൻ ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വന്നപ്പോൾ ഞാനിങ്ങനെ ഉരച്ച് സ്ക്രബ് ചെയ്താൽ ഞാൻ കഴുകിക്കളയുന്നത്. കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസും കൂടി അതിൻ്റെ കൂടെ റിമൂവ് ആവും. അപ്പോൾ നമുക്ക് സ്കിന്നിന് കുറച്ചുകൂടി ഒരു ഗ്ലോ, നമ്മുടെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയത് ഗ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ റിമൂവ് ചെയ്തു. ഫുള്ളായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ട് വന്നു. റിമൂവ് ചെയ്ത് വന്നതിന് ശേഷം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമ്മളെ ഫേസിനുണ്ട്. ഒന്നൊന്ന് ബ്രൈറ്റൻ ആക്കുന്നുണ്ട്. അത് വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആവില്ല. പിന്നെ അത് ഫസ്റ്റ് യൂസിലും കിട്ടണം എന്നില്ല. കാരണം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മുഖം ഡ്രൈ ആവാണ്ടിരിക്കാൻ ഞാനൊരു സ്കിൻ കെയറും കൂടി ചെയ്യുന്നുണ്ട്. എൻ്റെ സ്കിൻ കെയർ റുട്ടീനാണ്. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ സ്കിൻ കെയർ ചെയ്യണം. ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറായിട്ട് പോൺസിൻ്റെ ഹൈഡ്ര മിറാക്കിൾ എന്ന് പറയുന്ന സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. എൻ്റെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റും കിട്ടും. ഫേസിലും നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് എക്കോളജിക്ക D10+ ഡ്യൂയിൻ്റെ സൺസ്ക്രീനാണ്. ഇതും ഞാൻ യൂസ് ചെയ്ത് എൻ്റെ ടാൻ മാറിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ്സ് ആട്ടോ. നിങ്ങളത് ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നോക്കി അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ ഞാനൊരു സാധനം സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നത് പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ 2 കൊല്ലമായിട്ട് ഈ ഡോട്ടൻകിൻ്റെ ഈ ഒരു ലിപ് ബാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതിന് വേറൊരു പാക്കേജിങ് ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്. ഇതിനൊരു ടിൻ്റൊക്കെ ഉണ്ട് ആൻഡ് ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്. ഡ്രൈ ആക്കൂല ലിപ്സ്. ഒരു ചെറിയ ടിൻറ്റും ഉണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ ഉദ്ദേശിച്ചല്ല. ഞാൻ ഓൺ വോയിസ് ആയിരുന്നു ചെയ്തത്. പക്ഷേ അതിനെന്തോ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.